ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാം കേട്ടോ. തുമ്പിമോക്കും കുട്ടനും ഒരു നേർച്ചയുണ്ട്, അത് കഴിപ്പിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ആളിപ്പം നല്ല ചിരിയിലൊക്കെ കേട്ടോ. പോകുന്ന വഴിക്ക് മേമേനെയും കൊയിലേരിന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മേമ അവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വൈത്തിരി സുബ്രഹ്മണ്യ സ്വാമി ദേവസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇത് വൈത്തിരിയിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. വലിയ കയറ്റമൊക്കെ കയറാനുണ്ട് കേട്ടോ. പക്ഷെ ചെറിയ വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്, നമ്മളെ വണ്ടി കയറുന്നുണ്ടായിരുന്നില്ലേ. നമ്മളവിടെ എത്തി വഴിപാടുകളൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ എല്ലാവരും കൂടെ. വേറൊന്നുമല്ല, നമ്മളെ തുമ്പിമോളും കുട്ടനും മുട്ടയടിക്കാൻ പോവുക കേട്ടോ. പാതൂട്ടനാണെങ്കിൽ അവൻ്റെ തലയിലൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. കുട്ടന് ബസ് കട്ട് അടിക്കണം എന്നും പറഞ്ഞിട്ടാട്ടോ കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടന് ഫുൾ മുട്ടയടിക്കുന്നുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോക്കൺ 4ാമത്തെ ആയിരുന്നേ. 4ാമത്തെ കുട്ടനും 5ാമത്തെ തുമ്പിക്കുമായിരുന്നേ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുട്ടൻ്റെ മുടി മുട്ടയടിക്കാൻ തുടങ്ങി കേട്ടോ. അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നീട്ടി വളർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടനാണ്. മുറിക്കുന്നത് കണ്ടപ്പോൾ ഒരു ഇത് തോന്നിട്ടോ ഞങ്ങൾക്ക്. തുമ്പിമോൾ അടുത്ത ഊഴം എൻ്റെയാന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടേ. മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് കേട്ടോ കുട്ടൻ്റെ വക. അങ്ങനെ അവൻ്റെ കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു കേട്ടോ. ഞാൻ അവനെ കാണാൻ വേണ്ടി ഓടി വന്നതായിരുന്നു. അതൊട്ടും പിന്നെയും അവൻ്റെ തലയിൽ പിടിച്ച് നോക്കുക കേട്ടോ. അടുത്തത് നമ്മൾ തുമ്പിമോളുടെ ഊഴമാണ്. കശിയാണെങ്കിൽ ഒരു തരത്തിൽ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫോണൊന്നും കൊടുക്കാത്തതുകൊണ്ട് അതൊന്നും നോക്കിയിരിക്കുന്നില്ലേ. പിന്നെ ലാസ്റ്റ് കുറേ എല്ലാവരും മാറി മാറി കളിപ്പിക്കാനൊക്കെ നോക്കി, എന്നിട്ടും രക്ഷയില്ല. ലാസ്റ്റ് പിന്നെ കരയിച്ച് മുട്ടയടിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും മുട്ടയൊക്കെ അടിച്ച് പ്രാർത്ഥിച്ച് കാവടയൊക്കെ എടുത്ത് ഞങ്ങൾ മല കയറാൻ തുടങ്ങി കേട്ടോ. അവിടെ 264 പടികളാട്ടോ ഉള്ളത്. ഞങ്ങൾ മേലെ കയറി തൊഴുതുമൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ അവിടെ നമുക്ക് കാപ്പിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നേ. ഉപ്പുമാവും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് പിന്നെ ഞാൻ കുട്ടൻ്റെ നെറ്റിയിലൊരു താജ്മഹൽ പടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. തലയിൽ നിറച്ച് ചന്ദനമൊക്കെ തൊട്ടുകൊണ്ട് എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്തോ ഒരു കുഞ്ഞു മുഖമൊക്കെ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. നമ്മളവിടുന്ന് കുറേ നേരം വഴിപാടുകളൊക്കെ കഴിച്ച് അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേന് 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തോ എല്ലാവരും സീരിയസ് ആയിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ദിവസം എല്ലാവരും വെജിറ്റേറിയൻ ആയതുകൊണ്ട് എല്ലാവരും നോൺ വെജിലോട്ടാട്ടോ കടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ബിരിയാണി ആയിട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടന് കുഴിമന്തിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. കണ്ണനും കുട്ടനും അപ്പവും കുഴിമന്തിക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി അവിടെ നേരെ പോയത് ടൗൺഷിപ്പിലോട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താന്ന് വെച്ചാൽ ഒരു പ്രദേശത്തെ ഫുള്ളായിട്ട് വേറൊരു സ്ഥലത്തോട്ട് പറിച്ച് നടയല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ പണികളൊക്കെ അവിടെ ഓരോന്നായിട്ട് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം വീടിൻ്റെ അകത്തൊന്നും അങ്ങനെ കയറ്റുന്നില്ല, കാരണം കുറേ പേരൊക്കെ താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതവിടുത്തെ ഗാർഡൻ ഏരിയ കേട്ടോ. ഇന്ന് അവിടെ ഒരു കല്യാണം, ഒരു ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേര് സന്ദർശനത്തിനൊക്കെ നമ്മളെപ്പോലെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.